ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും AR ടോക്സ് ആൻഡ് റിയാക്ഷൻ എന്ന ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. RRR എന്ന ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് ശേഷം തെലുങ്ക് സിനിമയിൽ നിന്ന് റിലീസാവാനായിട്ട് പോകുന്ന NTRൻ്റെ പുതിയൊരു ചിത്രമാണ് ദേവര എന്ന സിനിമ. ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് കൊരട്ടാല ശിവയാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ തെലുങ്കിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു പടം കൂടിയാണ്. ചിത്രത്തിൻ്റെ 95% ഷൂട്ടിങ്ങും ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നടക്കാനായിട്ട് പോകുന്ന ഈ ഒരു ഫെബ്രുവരി 5 ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് മൊത്തമായിട്ട് കഴിയുന്നതാണ്. ഈ ഒരു സിനിമ ഏപ്രിൽ 5 തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വരുമ്പോൾ മലയാളത്തിലും ഡബ് ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. അതുമാത്രമല്ല ഈ ഒരു സിനിമയിൽ ഷൈൻ ടോം ചാക്കോയും ഒരു വേഷം ചെയ്യുന്നുണ്ട്. ചിത്രത്തിൻ്റെ ബഡ്ജറ്റായിട്ട് വരുന്നത് ഏകദേശം 300 കോടി രൂപയാണ്. തലപതി വിജയ് നായകനായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്ന ഒരു തമിഴ് സിനിമയാണ് ഗോട്ട് എന്ന ചിത്രം. ഈ ഒരു സിനിമ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാത്തിരിക്കുന്ന പടം കൂടിയാണ്. അതുമാത്രമല്ല മലയാളത്തിലും കുറേ പേര് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വിജയണ്ണൻ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. മാർച്ച് 8 ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം തീരുന്നതാണ്. അതുമാത്രമല്ല ജൂണിന് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ തിയേറ്റർ റിലീസിന് ശേഷമുള്ള OTT അവകാശങ്ങൾ വിൽക്കാൻ പോവുകയാണ്. ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ ഒരു സിനിമയുടെ OTT അവകാശത്തിൻ്റെ തുകയായിട്ട് പറയുന്നത് ഏകദേശം 125 കോടി രൂപയാണ്. ഈ ഒരു തുകയ്ക്ക് ഏത് കമ്പനി ഏതൊരു പ്ലാറ്റ്ഫോം ഈ ഒരു സിനിമ എടുക്കുമെന്ന് നമുക്ക് നോക്കാം. മേ ബി എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സിനിമയുടെ അവകാശങ്ങൾ ആമസോൺ ആണ് നേടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്തേക്കും. വിജയുടെ മുമ്പ് വന്നിട്ടുള്ള മാസ്റ്റർ എന്ന സിനിമകളൊക്കെ അതിലായിരുന്നു റിലീസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്ന ഒരു പുതിയ വമ്പൻ മലയാള സിനിമയാണ് ടെർബോ എന്ന സിനിമ. ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് വൈശാഖാണ്. പുലിമുരുകൻ അതുപോലുള്ള പടങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള വൈശാഖാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ പടം കൂടിയായിരിക്കും ഈ ഒരു സിനിമ. ഈ ഒരു സിനിമ ബിഗ് ബഡ്ജറ്റ് മൂവിയായിട്ടാണ് വരുന്നത്. ഏകദേശം 60 കോടിക്ക് മുകളിൽ ഈ ഒരു സിനിമയ്ക്ക് ചിലവ് വരുമെന്നാണ് സിനിമയിൽ നിന്ന് അറിയാനായിട്ട് സാധിച്ചത്. ഈ ഒരു ചിത്രത്തിന് ഏകദേശം 100 ദിവസത്തോളം ഷൂട്ടിംഗ് വരും. അതുമാത്രമല്ല ഈ ഒരു സിനിമ ഫെബ്രുവരി എൻഡോടുകൂടി ഈ ഒരു സിനിമയുടെ മൊത്തം ഷൂട്ടിങ്ങും കഴിയുന്നതാണ്. എന്നെപ്പോലെ എത്ര പേര് ഈ ഒരു ചിത്രത്തിന് കാത്തിരിക്കുന്നുണ്ടെന്ന് അടിയിലൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ വർഷം മലയാള സിനിമയിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള ഒരു കോർട്ട് ഡ്രാമ പടമാണ് നേര് എന്ന പടം. ഈ ഒരു സിനിമ മോഹൻലാലിൻ്റെ പടമാണ്. അതുമാത്രമല്ല ഈ ഒരു സിനിമയുടെ സംവിധായകനായിട്ട് വരുന്നത് നമ്മുടെ ജിത്തു ജോസഫാണ്. അതായത് ദൃശ്യം പോലുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്ത് ജിത്തു ജോസഫാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ആദ്യം മുതലേ പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത് ഈ ഒരു ചിത്രം തിയേറ്ററിൽ വമ്പൻ വിജയമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിനിമയുടെ മൊത്തം ബഡ്ജറ്റായിട്ട് വരുന്നത് ഏകദേശം 18 കോടി രൂപയാണ്. സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം 45 കോടി രൂപയ്ക്ക് മുകളിലും കളക്ട് ചെയ്തിട്ടുണ്ട്. ലോകമെമ്പാടുമായിട്ട് ഈ ഒരു സിനിമ 85 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന 3ാമത്തെ സിനിമ കൂടിയാണ് ഈ നേര് എന്ന ഈ ഒരു സിനിമ. 1-2 സ്ഥാനങ്ങളിൽ കിടക്കുന്ന പുലിമുരുകനും അതുപോലെ തന്നെ ലൂസിഫർ സിനിമയുമാണ്. സിനിമയുടെ തിയേറ്റർ റിലീസിന് മുമ്പേ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ Disney+ Hotstar ഒരു വമ്പൻ തുകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന ജനുവരി 23 ഈ ഒരു സിനിമയുടെ OTT റിലീസ് Disney+ Hotstarലൂടെ നടത്തുന്നതായിരിക്കും. അപ്പോൾ ആരൊക്കെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അടിയിലൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ ഗായ്സ്.